ഹായ് ഫ്രണ്ട്സ്, ഫാഷൻ മാലയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കസവ് സാരി വെച്ചിട്ട് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇന്നൊരു കിഡ്സ് ഫ്രോക്കാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കസവ് സാരിയും എടുത്തിട്ടുണ്ട്, 2 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിഡ്സ് ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്യാം. അപ്പോൾ ഈ 3/4 മീറ്റർ ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഒരുപാട് വ്യൂവേഴ്സ് ചോദിച്ച ഒരു കാര്യം കൂടിയായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ, കിഡ്സ് വെയർ ചെയ്യുന്ന വീഡിയോ കാണിക്കാമോ എന്ന്. അങ്ങനെ ചെയ്ത ഒരു വീഡിയോ കൂടിയാണിത്. അപ്പം ആദ്യം ഞാൻ എന്തായാലും നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സും കൂടി വെച്ചിട്ട് ഒരു കർവ് വരയ്ക്കാം. ഫ്രീ ഹാൻഡായിട്ട് തന്നെയാണ് കർവ് ഇവിടെ ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടും ബാക്കും മെറ്റീരിയൽ ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നെക്കിന് ഇതേ അളവ് പോരാ. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് കൂടി എക്സ്ട്രാ ലെങ്ത് ഇട്ടിട്ട് നമുക്ക് കർവ് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 3 എന്നുള്ളത് ഞാനൊരു 4 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഞാൻ സെയിം 2.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ആ 2.5 മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് താഴേക്ക് ഞാനൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ആ 2 പോയിൻറ്റും നമുക്ക് ലൈൻസ് ആയിട്ട് തന്നെ വരയ്ക്കാം. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു കർവാണ് വരയ്ക്കുന്നത്. അതിനായിട്ട് ഞാൻ 4 ഇഞ്ച് എടുത്ത് അതിൻ്റെ നേരെ പകുതി 2 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള 1.5 വെച്ചുകൊണ്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു കർവ് വരയ്ക്കാം. യോക്ക് പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 10 ഇഞ്ചാണ്. പക്ഷേ ഞാനിവിടെ സീം എലവൻസിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 ഇഞ്ചിൽ വെച്ചിട്ട് ഞാനൊരു ലൈൻ ജോയിൻ ചെയ്യുകയാണ്. അടുത്തായിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ വിഡ്ത്താണ് വേണ്ടത്. അപ്പോൾ വിഡ്ത്തിന് വേണ്ടിയിട്ട് ഞാൻ വേസ്റ്റ് പോർഷനിൽ എനിക്ക് 7.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 7.5-യിൽ വെച്ചുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത പോയിൻറ്റും ആം ഹോള് എൻഡ് ചെയ്ത പോയിൻറ്റും തമ്മിൽ ലൈൻ ജോയിൻ ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് യോക്ക് പാർട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ 2 പീസിലും നെക്കിൽ നമുക്ക് ഫ്രണ്ട് പോർഷൻ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്കിന് 1 ഇഞ്ച് കൂടി നമുക്ക് വെട്ടാനായിട്ട് ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം വെട്ടി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ലൈനിങ് മെറ്റീരിയലിൻ്റെ യോക്ക് പാർട്ട് ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്കിന് ശേഷമുള്ള ബോട്ടം കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 1.5 മീറ്റർ ലൈനിങ് മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ടോട്ടൽ എനിക്ക് ലെങ്ത്ത് വേണ്ടത് 25 ഇഞ്ചാണ്. ഇനി ഇതിന് ഞാൻ ഈ ഒരു മെറ്റീരിയൽ 2ആയിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 25 മാർക്ക് ചെയ്തെടുത്ത് വെച്ചൊരു ലൈൻ ജോയിൻ ചെയ്യാം. ഇതിൻ്റെ വിഡ്ത്ത് ഞാനിപ്പോൾ ഒരു 16 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് പോർഷനിൽ ഞാൻ ഈ വച്ചിരിക്കുന്ന ഈ യോക്ക് പാർട്ടിൻ്റെ അതേ പോയിൻ്റ് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 16 മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്യാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലൈനിങ് മൊത്തം ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫെയർ ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ എന്തായാലും ബോട്ടം പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്.
ഫെയർ ക്ലോത്തിനെ ഞാനിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. രണ്ടായിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ലെങ്ത്ത് 2 ഇഞ്ച് എക്സ്ട്രാ ഇടണം. എപ്പോഴും ലൈനിങ്ങിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടുതലായിരിക്കണം ഫെയർ ക്ലോത്തിൻ്റെ ലെങ്ത്ത്. ഇനി അടുത്ത് നമ്മുടെ വിഡ്ത്ത് ഇവിടെ ഞാൻ എടുത്തത് 16 ഇഞ്ചസ് ആയിരുന്നു. പക്ഷേ ഫെയർ ക്ലോത്തിൽ ഞാൻ എടുക്കുന്നത് 21 ഇഞ്ചാണ്. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഷ് കട്ടാണ്. അപ്പോൾ 2 സൈഡിലും എനിക്ക് ലെങ്ത്ത് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കർവ് ചെയ്തിട്ട് ഞാനിപ്പോൾ ലൈൻ വരച്ചത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ലൈനിങ്ങും ഫെയർ ക്ലോത്തും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടോപ്പ് പോർഷൻ നമ്മൾ അതുപോലെ തന്നെ ആ വേസ്റ്റ് പോർഷൻ ലൈനിങ്ങിൻ്റെ അതേപടി തന്നെയാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് യോക്കിൻ്റെ തന്നെ ഫ്രണ്ടും ബാക്കും ഉണ്ട്. ഫ്രണ്ട് പീസ് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. സെയിം ഇതേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. യോക്ക് പാർട്ടിൻ്റെ ബാക്ക് നമ്മൾ ഫെയർ ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ്ങും ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനാണ്, നമ്മുടെ സാരിയുടെ ഈ ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിനെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുകയാണ്. എനിക്ക് ഈ ഒരു പോർഷനാണ് ശരിക്കും ഫ്രണ്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള പോർഷൻ ഞാൻ ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം. അപ്പോൾ നമുക്ക് ഒരേപോലെയുള്ള 2 പീസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. എനിക്ക് ഈ ഒരു കസവിൻ്റെ പോർഷൻ മാത്രമാണ് ഫ്രണ്ടിൽ വരേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 കസവും ഒരുപോലെ വരുന്ന രീതിയിൽ തന്നെ ആദ്യം ഒന്ന് എടുത്ത് വെക്കുക. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോവാതെ ഇതുപോലെ തന്നെ നമുക്കിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ലൈനിങ് മെറ്റീരിയൽ ഇതിന് പുറത്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഫ്രണ്ട് പോർഷൻ്റെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ സീം എലവൻസിന് വേണ്ടിയിട്ട് അധികം ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും ബാക്കി നമ്മുടെ ബോട്ടം പാർട്ടും ലൈനിങ്ങും അതുപോലെ തന്നെ ഫെയറും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പോർഷനാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വൈറ്റ് പോർഷൻ തീരെ കാണാത്ത രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ യോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് നല്ല ഭാഗത്തിന് മുകളിൽ നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഇഞ്ചാണ് സീം എലവൻസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 1/4 ഇഞ്ച് മാറ്റിയ ശേഷം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നോച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ലൈനിങ് ഒട്ടും തന്നെ വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഫെയർ ക്ലോത്തിൻ്റെ പുറത്തു കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ഡ്രസ്സ് ഞാനിപ്പോൾ ഒരു 10 വയസ്സായ കുട്ടിയുടെ പാകത്തിനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ പ്രായത്തിനനുസരിച്ച് എന്തായാലും ഈ അളവുകളിൽ എന്തായാലും വ്യത്യാസം വരുത്തി വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലൈനിങ് മെറ്റീരിയൽ നമ്മുടെ ഫെയർ ക്ലോത്തിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷനും യോക്ക് പാർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ രണ്ടും ഒരുമിച്ച്, നല്ല ഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പീസ് ഇതിൽ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോട്ടം പീസ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലൈനിങ്ങും ഫസ്റ്റ് തന്നെ നമുക്ക് ലൈനിങ്ങും ഫെയർ ക്ലോത്തും രണ്ടിൻ്റെയും ടോപ്പ് തമ്മിൽ, അതായത് വേസ്റ്റ് പോർഷൻ ജോയിൻ ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഫെയറിൻ്റെയും താഴെ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് നമുക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് യോക്ക് പാർട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെയും വേസ്റ്റ് പാർട്ട് ഞാൻ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനി രണ്ടും ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഭാഗവും ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ യോക്ക് പാർട്ടും ബോട്ടം പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സൈഡാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ മെറ്റീരിയൽ എന്തായാലും രണ്ട് ഭാഗവും ഒരുപോലെ തന്നെ വയ്ക്കുക. ആം ഹോളിന് താഴെ ഒരു ഇഞ്ച് ഞാൻ വിട്ട ശേഷമാണ്, 1 ഇഞ്ചിന് താഴെ വെച്ചിട്ടാണ് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിൽ
സ്ലീവ്സ് വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതല്ല സ്ലീവ്ലെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആം ഹോളിൻ്റെ ആ ഒരു കട്ടിങ് നമുക്ക് ഫോൾഡ് ചെയ്ത ശേഷം നമുക്കവിടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സാധാരണ ഫ്രോക്കുകളിലൊക്കെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കുകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇഞ്ച് മാറ്റി അതിന് താഴെ നിന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ ഒരു വേസ്റ്റിൻ്റെ എൻഡ്, അതായത് യോക്ക് പാർട്ടിൻ്റെ എൻഡിന് തൊട്ട് താഴെ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ ഫെയർ ക്ലോത്തും സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരുമിച്ച് വെച്ച് ജോയിൻ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ലൈനിങ് നോർമൽ കട്ടിങ്ങും സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫെയർ ക്ലോത്ത് നമ്മൾ കുറച്ച് കർവായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കർവായിട്ടുള്ള രണ്ട് ഫെയർ ക്ലോത്തിൻ്റെയും എൻഡ് തമ്മിൽ സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ലൈനിങ് രണ്ടും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം. സാധാരണ നമ്മൾ ഫ്രോക്കായാലും അതുപോലെ തന്നെ സൈഡ് ഓപ്പണിംഗ് ഇല്ലാത്ത ചുരിദാറിൻ്റെ ടോപ്പായാലും ഒക്കെ ഇങ്ങനെ നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ ഫെയർ ക്ലോത്തും തമ്മിൽ ഒരുമിച്ച് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് തന്നെ അത് ജോയിൻ ചെയ്യണം എന്ന് പറയുന്നത്. ഫെയർ ക്ലോത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ് ജോയിൻ ചെയ്യാം. അപ്പോൾ സൈഡ് സ്റ്റിച്ചിങ്ങും നമ്മൾ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗം ചെയ്യാം. ഇനി ആം ഹോളാണ്. അപ്പോൾ ആം ഹോള് ഞാൻ പറഞ്ഞിരുന്നു, ആം ഹോളിൽ ഞാൻ 1 ഇഞ്ച് താഴെ നിന്നാണ് സൈഡ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാത്തത് കൊണ്ട് രണ്ടായിട്ട് ഒരു 1/4 ഇഞ്ച് വീതം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആം ഹോൾ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആം ഹോളും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലായിരുന്നു, 1 ഇഞ്ചിന് താഴെ നിന്ന് സൈഡ് ജോയിൻ ചെയ്തില്ലേ. അപ്പോൾ ബാലൻസ് ഉള്ള ആ 1 ഇഞ്ച് കൂടി സൈഡ് നമ്മൾ ജോയിൻ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്കതിനെ ഷേപ്പ് കൂടി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട് ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.